Hi dear students, hope you all are safe and also fine. How is your studies going? All is good? And we believe that all you are studying well and all you revising the chapters in the proper way. Doubt is common to all. So our school started the doubt clearing session for each subject. If you have any doubt regarding the biology, so you can contact me personally or you can tell your class teachers. I will try to clear your doubts regarding the biology. So today we are going to clear the doubts from the topic that is heredity and evolution. Heredity and evolution. From the picture, we can understand that what you mean by heredity and evolution. Heredity is nothing, it is the transferring of character from one generation to the next generation. Okay, heredity is the transfer of characters from one generation to another. And evolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ and the evolution is the drastic change in the generation to generation. Okay, evolution എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ തലമുറയിലും ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, അപ്പോൾ അതിൽ നിന്ന് വരുന്ന രൂപമാറ്റങ്ങളുമാണ് എവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്റി ഈസ് ദ ട്രാൻസ്ഫറിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അതായത് ഒരു ജനറേഷനിലെ സ്വഭാവ ഗുണങ്ങള് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചേഞ്ചസ്, പല പല മാറ്റങ്ങൾ ഓരോ തലമുറയ്ക്കും വരുത്തും. സോ എവല്യൂഷൻ ഡീൽസ് വിത്ത് ദി ചേഞ്ചസ് occurs in generation to generation. Okay, from the picture you can understand that നമുക്കറിയാം നമ്മുടെ പൂർവികര് എന്താണ് കുരങ്ങിൽ നിന്ന് രൂപപ്പെട്ടെന്നാണ് പറയുന്നത് അല്ലേ. സോ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ പഴയ കുരങ്ങിൽ നിന്ന് ഇന്ന് കാണുന്ന മോഡേൺ മാനായിട്ട് എവല്യൂഷൻ നടന്നു അല്ലേ. സോ ഈ ചാപ്റ്റർ ഫുള്ള് ഡീൽ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്, ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. സോ ഹിയർ ആർ കോമൺ ടെർമിനോളജീസ് ഓർ ടേംസ് ആർ യൂസ്ഡ് in this heredity and evolution chapter. So we have to discuss what are the terminologies and what you mean by hereditary and evolution in detail. Okay, let's move on to the next, that is what you mean by heredity. Okay, heredity, we can define the heredity as heredity is the passing of characters from parents to offspring or one generation to next. പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് കൈമാറ്റം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോ ആയ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ പാരമ്പര്യ ഗുണം എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സോ ഇൻഹെറിറ്റൻസ്, ഇനി വേറൊരു കാര്യമാണ് വരുന്നത്, ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിങ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? പാരന്റ്സിൽ നിന്നും ഓസ്പ്രിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് ആ ക്യാരക്ടർ മാറുന്നതിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയത്തില്ല. ലൈക്ക് ഇപ്പോ എന്നിൽ നിന്ന് എന്റെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് characters are passed from parents to offspring. Okay, so these are the introduction to the chapter. And accumulation of variation during reproduction, അതായത് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം. വേരിയേഷൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലാകുമ്പോഴത്തേക്കും അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഒരു പ്രത്യേകത, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സാക്ട് കോപ്പി ആയിരിക്കും, ഒരു പാരന്റിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദർ ഈസ് sexes are separate, so the characters from both parents are fused during the time of reproduction. So there is
വേരിയേഷൻ ഈസ് കോമൺ. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്ഷന്റെ സമയത്ത് മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും കൂടി ഫ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകും അല്ലെ. അപ്പോൾ ഈ ഫ്യൂസിങ്ങിന്റെ ഫലമായിട്ട് ഈ പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ അവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക വേരിയേഷൻസ് ആണ് അല്ലെ. ക്യാരക്ടേഴ്സിൽ വേരിയേഷൻസ് കാണിക്കാം. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്ന വേരിയേഷൻ അല്ലെങ്കിൽ ആ ചേഞ്ചസിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ ദ ക്യാരക്ടേഴ്സ് ഓർ ട്രെയ്റ്റ്സ് among the individuals of species are called variations. ഈ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ട്രെയ്റ്റ്സിന്റെ വേറൊരു പേരാണ് അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ വേറൊരു പേരാണ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. So variations are quite common in sexually reproducing organisms. It is due to the fact that sexual reproduction involves fusion of male and female gametes. Okay, clear? Sexual reproductionലാണ് ഈ വേരിയേഷൻ കോമൺ ആയിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? അതിന് കാരണം മെയിലും ഫീമെയിൽ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ്, സെക്സസ് സെപ്പറേറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ലെറ്റ്സ് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് വേരിയേഷൻ. There are two types of variations. What are the two types of variation? That is somatic variation and the genetic variation or germinal variation. Okay, what do you mean by somatic variation? Terminologies നിങ്ങൾ ഓർത്തിരിക്കണം, അതിനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, സോ സൊമാറ്റിക് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചിലപ്പോൾ പൊക്കം കുറഞ്ഞതാകാം, പൊക്കം കുറവുള്ളതാകാം, അല്ലെങ്കിൽ പൊക്കം കൂടിയതാകാം. സോ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസിനെയാണ് നമ്മൾ സൊമാറ്റിക് വേരിയേഷൻസ് എന്ന് പറയുന്നത്. Okay, occur in the somatic cells of organisms, and such variations are not inherited and die with the death of organism. Different factors like environment, use and disuse of organs, and conscious efforts. So somatic variation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള പല കാരണങ്ങളാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കാണാം അല്ലെങ്കിൽ എൻവയോൺമെന്റിന്റെ സാന്നിധ്യത്താൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൊമാറ്റിക് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദി ജെർമിനൽ വേരിയേഷൻ, ദ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ദി ജീൻസ്. ദ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ദി ജീൻ ഈസ് കോൾഡ് ജെർമിനൽ വേരിയേഷൻ. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ജെർം സെൽസ്. ജെർം സെൽസ് മീൻസ് ഗാമീറ്റ്സ്, മെയിൽ ഗാമീറ്റ്സ്, ഫീമെയിൽ ഗാമീറ്റ്സ്. ഓക്കെ, സോ ജേം സെൽസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ജെർമിനൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ പാസ്ഡ് ടു നെക്സ്റ്റ് ജനറേഷൻ ത്രൂ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ജേം സെൽസ്. ദ മെയിൻ കോസ് ഓഫ് ജെർമിനൽ വേരിയേഷൻ ആർ ചേഞ്ച് ഇൻ DNA and in chromosome, the carrier of heredity. The changes may be quite small or sufficiently large, such as change in chromosome number or chromosome structure. So germinal variation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ്. ആൻഡ് അത് ക്രോമസോംസിലും DNSയിലുമാണ് ആ ചേഞ്ചസ് വരുത്തുന്നത് നെക്സ്റ്റ് ജനറേഷൻ ടു ജനറേഷൻ. ഓക്കെ, സോ വേരിയേഷൻസ് ആർ സിഗ്നിഫിക്കൻറ്റ് ഡ്യൂ ടു ദ ഫോളോവിങ് ഫാക്ടേഴ്സ്. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാരണങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മേഖലകൾ. എന്തിനൊക്കെയാണ് വേരിയേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്? വേരിയേഷൻ നല്ലതാണോ അല്ലോ അതെങ്കിൽ മോശമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ദേ പ്രൊവൈഡ് റോ മെറ്റീരിയൽ ഫോർ എവല്യൂഷൻ ആൻഡ് സെലക്ഷൻ. സോ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറേഷൻ ടു ജനറേഷൻ, ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ പൂർവികരായ കുരങ്ങിൽ നിന്ന് ഇന്നത്തെ മോഡേൺ മാനിലേക്ക് വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത ജനറേഷൻ തമ്മിൽ ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ടെങ്കിലും ഈ എവല്യൂഷൻ കാരണം മോഡേൺ മാനായിട്ട് മാറി അല്ലെ, കാലത്തിനൊത്ത് മാറാനായിട്ട് നമുക്ക് സാധിച്ചു. സോ വേരിയേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ പ്രൊവൈഡ് റോ മെറ്റീരിയൽ ഫോർ എവല്യൂഷൻ, പരിണാമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിണാമത്തിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വേരിയേഷൻ ഹെൽപ്പ് ദ ഓർഗാനിസം ടു അഡാപ്റ്റ് ദെംസെൽസ് ടു ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ COVID-19, കൊറോണ വൈറസ് അല്ലെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇനി അടുത്തടുത്ത ജനറേഷൻസ് ദേ ക്യാൻ ടോളറേറ്റ് ദിസ് കൊറോണ ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് വേരിയേഷൻ അല്ലെ.
നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് ജനറേഷന് സാധിക്കുന്നതിന് ഈ എവല്യൂഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എവല്യൂഷന് വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വേരിയേഷൻ ഹെൽപ്സ് ദി ഓർഗാനിസം ടു അഡാപ്റ്റ് ദംസെൽസ് ടു ദി എൻവയോൺമെന്റൽ ചേഞ്ചസ്. ദെൻ they also provides individuality to an organism. Individuality to an organism. ഒരു അതായത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻസ് ഒരു പ്രത്യേകമായ ഒരു ഇൻഡിവിജ്വലിന് മാത്രമുള്ളതായിരിക്കും അല്ലെ. അപ്പൊ സോ ഒരു ഇൻഡിവിജ്വലിനെ എടുത്തെടുത്ത് കാണിക്കാനായിട്ട് വേരിയേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കോമൺ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സോ വേരിയേഷൻ, they also provide individuality to an organism. So next is the new characters are produced in the organism by variations. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അടുത്തൊരു തലമുറ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയൊക്കെ അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഉണ്ടാകുന്നത്. സോ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത നല്ല തലമുറകൾക്ക് ജന്മം കൊടുക്കാൻ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ചേഞ്ചസുമായിട്ട് ഇഴുകിച്ചേർന്ന് പോകുന്ന തരത്തിലുള്ള നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ന്യൂ ക്യാരക്ടേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓർഗാനിസം ബൈ വേരിയേഷൻസ്. പുതിയ പുതിയ സ്വഭാവ ഗുണങ്ങൾ അടുത്ത തലമുറയിൽ ഉണ്ടാകാനായിട്ട് വേരിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So let's moving on to the next types of variation, that is the main difference between the somatic variations and germinal variation. Already we discussed, so there is no further clarification. Somatic variation, they occur only in somatic, that is non-germinal cells of an individual, and the germinal variation, these occurs in germinal cells of reproductive organs of an individual. And the somatic variation, these are acquired during the lifespan of an individual, and germinal variation, these occur at the time of formation of gametes in reproductive organs. ഇത് ഞാൻ പറഞ്ഞില്ല. somatic variation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are acquired during the lifespan of an individual. ഈ ഒരു മനുഷ്യന്റെ എന്താണ് പറയുന്നത് മുഴുവൻ ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമുക്ക് സൊമാറ്റിക് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ബട്ട് ജെർമിനൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ദ ടൈം ഓഫ് റീപ്രൊഡക്ഷനിൽ മാത്രം, റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ജെർമിനൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ആൻഡ് in somatic variation, these are the result of environmental factors like changes in light, temperature, food availability. അപ്പോൾ സൊമാറ്റിക് വേരിയേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. എൻവയോൺമെന്റൽ ചേഞ്ചസ് ആകാം, ചിലപ്പോൾ ലൈറ്റ്, ടെമ്പറേച്ചർ ആകാം, ആൻഡ് ഫുഡ് അവൈലബിലിറ്റി അല്ലെ. നമ്മൾ നന്നായിട്ട് ഫുഡ് എടുക്കുന്നതിന്റെ അനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡിക്ക് വലിപ്പം കൂടുന്നതും കുറയുന്നതും ഒക്കെ. സോ സൊമാറ്റിക് വേരിയേഷൻ അങ്ങനെയാണ്. But in the case of germinal variation, these are developed either due to mutation or recombination of genes. എന്താണ് mutation? The changes occurs within the genes is called mutation, and germinal variationന്റെ കാരണം എന്ന് പറയുന്നത് mutation ആണ്. Okay, mutation എന്ന് പറഞ്ഞാൽ the drastic changes occurs in the genes. Okay, recombination അല്ലെങ്കിൽ recombination of genes. Recombination എന്ന് പറയുമ്പോൾ കൂടിച്ചേരലാണ്. Re means അറിയാലോ, അഗൈൻ കൂടിച്ചേരുക, ഒന്നിൽ കൂടുതൽ ജീൻസ് കൂടിച്ചേർന്ന് വേറൊരു ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്നതിനാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ ജെർമിനൽ വേരിയേഷന് അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ മ്യൂട്ടേഷനും റീകോമ്പിനേഷനുമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദി DNA ഓഫ് സെൽ ഈസ് നോട്ട് ചേഞ്ച്ഡ്, സോ ഇറ്റ് ഈസ് നോൺ ഇൻഹെറിറ്റബിൾ. DNA ഓഫ് ദി സെൽ ഈസ് നോട്ട് ചേഞ്ച്ഡ്, സോ ഇറ്റ് ഈസ് നോൺ ഇൻഹെറിറ്റബിൾ. സൊമാറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത് നോൺ ഇൻഹെറിറ്റബിൾ ആണ്. നോൺ ഇൻഹെറിറ്റബിൾ. These are inheritable variations, so these are transmitted from one generation to another. ഇത് ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റഡ് വേരിയേഷൻസ് ആണ്. ഓക്കെ, സൊമാറ്റിക് വേരിയേഷൻ ജെർമിനൽ വേരിയേഷനും തമ്മിലുള്ള ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് വ്യത്യാസങ്ങളാണ്. ഡിഫറൻസ് ഇൻ ദി സൊമാറ്റിക് വേരിയേഷൻ ആൻഡ് ജെർമിനൽ വേരിയേഷൻസ് ആർ വി ഡിസ്കസ്ഡ് വൈ എ ബ്യൂട്ടിഫുൾ ചാർട്ട്. So you have to study this chart very well, and sure there's a chance for question from this portion. So you have to study this differentiation between somatic variation and germinal variation very well. Clear?
So let's moving on to the next, that is GREGOR JOHANN MENDEL. GREGOR JOHANN MENDEL is called the father of genetics. Next is the terms, the main terms used in the genetics. We are going to study the terminologies. If you study these terms very well or understand these terms very well, you can study the things very well. Okay, so we are going to the terms, the common terms used in the genetics. First one is gene. Gene is the basic unit of inheritance. Inheritance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു പാരന്റിൽ നിന്നും അടുത്ത ഓഫ്സ്പ്രിംഗിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ജീൻ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, and it is located on a chromosomes. Mendel had used the term factor for it before and genes were identified. ജീൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അതായത് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത്, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടേമാണ് ഫാക്ടർ എന്നാണ്. ജീൻ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ജീൻ എന്ന ടേം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഫാക്ടർ എന്നതിനായിരുന്നു ഈ ജീൻ എന്ന് പറയുന്ന ടേമിന് പകരം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, so gene is the basic unit of inheritance located on a chromosome. Mendel had used the term factor for it before genes were identified. And then next is the allele. What do you mean by allele? It's an alternate form of a gene. There are two alleles of a gene which govern the expression of a pair of contrasting characters. For example, blue color and black color of eye are regulated by two alleles of the eye color gene. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിനെയാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. ഓക്കെ, അലീൽ എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ, ജീനിന്റെ ഒരു അൾട്ടർനേറ്റീവ് ഫോമാണ് അലീൽ എന്ന് പറയുന്നത്. So these are two alleles of a gene which govern the expression of a pair of contrasting characters. ഒരു ജീനില് ടു അലീൽസ് ഉണ്ടാകും അല്ലെ, അതായത് പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഒരു ജീനിൽ ഉണ്ടാകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലൂ കളർ ആൻഡ് ബ്ലാക്ക് കളർ ഓഫ് ഐ ആർ റെഗുലേറ്റഡ് ബൈ ടു അലീൽസ് ഓഫ് ദി ഐ കളർ ജീൻ. ഈ ഐ കളറിലെ ജീൻ അല്ലെങ്കിൽ ഐ കളറിനെ അതായത് ഐ കളറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടു അലീൽസ് ആണ് ഉള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ ബ്ലൂ കളർ ബ്ലാക്ക് കളറിനെയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അലീൽ എന്ന് പറയുന്നത് ഒരു ജീനിൽ രണ്ട് തരമുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഫീനോടൈപ്പ്. ഫീനോടൈപ്പും ജീനോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം. സോ ഫീനോടൈപ്പ്, ദ ഫീനോ മീൻസ് ഫിസിക്കൽ എന്നാണ്. ഓക്കെ, ദ ഫിസിക്കൽ ഓർ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം and regardless of its genetic constitution. For example, tall and dark plants, smooth and wrinkled seeds. അതായത് ഫിസിക്കലി, അതായത് നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ ഫീനോട്ടിപ്പിക് വേരിയേഷൻസ് അല്ലെങ്കിൽ ഫീനോടൈപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോ മുടി, ചുരുങ്ങിയ മുടി, നീളമുള്ള മുടി, wrinkled hair and എന്താണ് curly hair and straight hair. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടോൾ ആൻഡ് ഡാർക്ക് പ്ലാന്റ്സ്, ടോളും അതായത് പൊക്കം കുറഞ്ഞതും പൊക്കമില്ലാത്തതുമായിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോ ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താണ് ഫീനോടൈപ്പ് ജീനോടൈപ്പ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോരുത്. സോ യു മസ്റ്റ് സ്റ്റഡി ദ ടേം വെരി വെൽ. Phenotype means the physical or external appearance of an organism regardless of its genetic constitution. For example, tall and dark plants, smooth and wrinkled seeds. So next is the genotype, the genetic constitution of an organism. അതായത് ജീൻസ്, ഇപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതിനെയാണ് നമ്മൾ ജീനോടൈപ്പ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജീൻസിലുണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്മോൾ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ലേ. അപ്പോൾ ജീൻ ജനറ്റിക് അല്ലെങ്കിൽ ജീനോടൈപ്പിക് റേഷ്യോ ആണ് നമ്മൾ അങ്ങനെ, അല്ലെങ്കിൽ ജീനോടൈപ്പിനെയാണ് നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് ദ ടേം ദാറ്റ് ഇസ് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു
ക്യാരക്ടർ. ഓക്കെ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ക്രോസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരേ ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണം മാത്രം കാണിക്കുന്ന ക്രോസിനെ പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. എ ക്രോസ് hybridization experiment in which a single pair of contrasting character is studied at a time. For example, a cross involving tall and dark plants is a monohybrid cross. അതായത് ഒരു ക്രോസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ക്യാരക്ടർ എന്ന് പറയുന്നത് ഉയരം അല്ലെ, ഉയരം, ടോൾനെസ് ആൻഡ് ഡാർക്ക്നെസ്. ആ ഒരു ഒറ്റ ക്യാരക്ടറെ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ ഒറ്റ ക്യാരക്ടർ ആയിട്ട് മോണോ മീൻസ് സിംഗിൾ. അപ്പൊ സിംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ഒരു ക്യാരക്ടർ മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടർ മാത്രമേ, പൊക്കം എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ക്രോസ് ഇൻവോൾവിംഗ് ടോൾ ആൻഡ് ഡോപ്പ് പ്ലാന്റ് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. ടോളായിട്ടും അതായത് ദ്വാഫായിട്ടുള്ള പ്ലാന്റിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്. നെക്സ്റ്റ് ഈസ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ഇൻവോൾവിംഗ് 2 pairs of contrasting characters. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഹൈറ്റ് എന്ന് പറയുന്നതിന് പകരം വേറൊരു ക്യാരക്ടർ കൂടി എടുത്ത് പഠിക്കാം. ഇപ്പോ വേറെന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എ ക്രോസ് ഇൻവോൾവിംഗ് റൗണ്ട് ആൻഡ് യെല്ലോ സീഡഡ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ സീഡഡ് പ്ലാന്റ്. ഇവിടെ 2 ക്യാരക്ടേഴ്സ് വന്നു അല്ലെ. അപ്പൊ സോ ഇങ്ങനെ നമ്മൾ 2 കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നതിനാണ് ഡൈഹൈബ്രിഡ്. 2 അതിൽ കൂടുതലോ അതിൽ ക്യാരക്ടേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിന് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ആൻഡ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഒറ്റ കാര്യം മാത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദി പ്യുവർ ബ്രീഡിംഗ്. പ്യുവർ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ ബ്രീഡിംഗ് അസൽ എന്ന് പറയത്തില്ല, നമ്മൾ ഒറിജിനൽ ആണെന്ന് പറയുന്ന പോലെ ഒറിജിനൽ ബ്രീഡിംഗ് ആണെന്ന് പറയത്തില്ല. അപ്പൊ അതെന്താണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്യുവർ ബ്രീഡിംഗ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അപ്പിയർ അൺചേഞ്ച്ഡ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇപ്പൊ നമ്മൾ നാടൻ കോഴികൾ ഇപ്പം മിക്സഡ് ആയിട്ടുള്ള പല വെറൈറ്റീസ് വരുന്നുണ്ട് അല്ലെ, ഗ്രാമശ്രീ എന്നും ഗ്രാമപ്രിയ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നാടൻ കോഴി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനമാണ്. അപ്പോൾ അതിനെ മാത്രം നമ്മൾ ബ്രീഡ് ചെയ്യിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മുട്ട വെച്ച് വിരിയിച്ച് നന്നായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു വേറൊരു രീതിയാണത്. അത് മാത്രമാണ് പ്യുവർ ബ്രീഡിന് മാത്രം നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് പറയുമ്പോഴത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അപ്പിയർ അൺചേഞ്ച്ഡ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. അപ്പോൾ ജനറേഷൻ മാറുന്തോറും ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതേ ക്യാരക്ടേഴ്സ്, അതായത് നാടൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, അസൽ എന്ന് പറയുന്ന യഥാർത്ഥ കോപ്പി എന്ന് പറയുന്നത് അത് ജനറേഷൻ ടു ജനറേഷൻ ഒരു ചേഞ്ചും ഇല്ലാതെ പോകുന്നതിനെയാണ് നമ്മൾ പ്യുവർ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് F1 ജനറേഷൻ, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ എന്ന് പറയുന്നത്. F1 ജനറേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ദ ഓസ്പ്രിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാരന്റൽ ജനറേഷൻ. ഇപ്പോൾ ഒരു പാരന്റിന്റെ കേസിൽ ഒരു മെയിലും ഫീമെയിലും കൂടി ഫ്യൂസ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ, അതിനെയാണ് നമ്മൾ F1 ജനറേഷൻ എന്ന് പറയുന്നത്. മെയില് ഫീമെയില്, അതാണ് 2 പാരന്റ്സ്. അവർ രണ്ടുപേരും കൂടി ഫ്യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന തലമുറയിനെയാണ് നമ്മൾ F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി F2 ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്പ്രിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽഫിംഗ് ഓഫ് F1 ജനറേഷൻ. ഈ ഉണ്ടായ F1 തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന നെക്സ്റ്റ് ജനറേഷനാണ് നമ്മൾ F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ ആൻഡ് സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ. സോ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദി ഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോമിനന്റ് ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലെ, ചില ക്യാരക്ടേഴ്സ് എപ്പോഴും പ്രൊജക്ട് ചെയ്ത് കാണപ്പെടാം. ഇത് അച്ഛന്റെ ഗുണമാണ്, ഇത് അമ്മയുടെ ഗുണമാണെന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകട ഗുണം, അതായത് പ്രകടമായി കാണുന്ന ഗുണം. ചില ക്യാരക്ടേഴ്സ് റെസസീവായിട്ട് സൈലന്റ് ആയിട്ട് ഉണ്ടാകും. സോ ഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് അപ്പിയർ ഇൻ ദി F1 ജനറേഷൻ ഓർ F ജനറേഷൻ ഫ്രം എ ക്രോസ് ബിറ്റ്വീൻ പാരന്റ്സ് possessing contrasting characteristics as tallness and dwarfness in pea plants. ഇപ്പോൾ ഒരു പീ പ്ലാന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, പീ പ്ലാന്റിന്റെ കേസ് എടുക്കുമ്പോൾ
അതില് ടോൾനെസ്സും ഡോഫ്നെസ്സും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു ക്യാരക്ടറെ ഷോ ചെയ്യത്തുള്ളൂ, ടോൾനെസ് ആകാൻ കാണിക്കും. സോ ആ പ്രകടിപ്പിക്കുന്ന ഗുണത്തിനെയാണ് നമ്മൾ ഡൊമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ റെസസീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് ഇൻ ദി parental generation that does not appear in the F1 generation but reappears in the F2 generation. അതായത് F1 ജനറേഷൻസിൽ ഇപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും കൂടി ഫ്യൂസ് ചെയ്തുണ്ടായ F1 ജനറേഷനിൽ ചിലപ്പോൾ സൈലന്റ് ആയ ക്യാരക്ടർ ആയിരിക്കാം. ഡ്യൂറിങ് ദി F2 ജനറേഷൻ അല്ലെങ്കിൽ F1ൽ നിന്ന് F2 ജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ റെസസീവ് ആയ ക്യാരക്ടർ പ്രകടമാകും, ഡോമിനന്റ് ആകും. സോ ദിസ് ക്യാരക്ടർ ഇസ് കോൾഡ് റെസസീവ് ക്യാരക്ടേഴ്സ്. Recessive characters only active during the F2 generation. Okay. Homozygous condition. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേമാണ് ഹോമോ മീൻ സെയിം അല്ലെ, സൈഗസ്, എ കണ്ടീഷൻ ഇൻ വിച്ച് both the members of an allelic pair are similar in a diploid organism. Homozygous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a condition in which both the members of an allelic pair are similar in diploid organism. അതായത് ഇത് സെയിം ആയിരിക്കും ഓർഗാനിസം. ബോത്ത് ദ മെമ്പേഴ്സ് ഓഫ് ആൻ അലീലിക് പെയർ ആർ സിമിലർ ഇൻ എ ഡിപ്ലോയിഡ് ഓർഗാനിസം. സോ ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഹോമോസൈഗസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി അത് ഒരേ ജീൻ തന്നെയാണ്, ഒരേ ജനറ്റിക് വേരിയേഷനും അല്ലെങ്കിൽ ഒരേ ജീൻസ് ആണ് അവിടെ ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ദിസ് ഈസ് കോൾഡ് ഹെട്രോസൈഗസ്. അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ക്യാരക്ടേഴ്സ് അവിടെ വരികയാണ് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ആൻഡ് ഫസ്റ്റ് വി സ്റ്റഡീഡ് ഹോമോസൈഗസ് കണ്ടീഷൻ. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ both the genetic characters are same, that is capital T and heterozygous capital T small t. Okay, homozygous condition വേറൊന്നും കൂടിയുണ്ട്, സ്മോൾ ടി. ഇതും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണ്ടീഷൻ ഇൻ വിച്ച് ബോത്ത് ദ മെമ്പേഴ്സ് ഓഫ് ആൻ അലീലിക് പെയർ ആർ ഡിസിമിലർ. അലീലിക് പെയർ എന്ന് പറയുന്നത്, അതായത് ക്യാരക്ടറിസ്റ്റിക് പെയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത്. ഇനി ഓസ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസം പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, സെയിം ആസ് പ്രോജനി. അതായത് നെക്സ്റ്റ് ജനറേഷന് ഒരു പാരന്റ്സ്, അതായത് മെയിലും ഫീമെയിലും റിഫ്യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുന്നു, അതിനെയാണ് നമ്മൾ ഓസ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോജനി എന്നും പറയും. ഈ പെഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയും. പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസിസ്ട്രൽ സ്റ്റഡി, പൂർവികരെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആൻസിസ്ട്രൽ റെക്കോർഡ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് പെഡിഗ്രി. സോ ദീസ് ആർ ദി terminologies used in heredity and evolution. So you must understand the portions that we covered. So this for today. Thank you.